പൈസ ചോദിച്ചപ്പോൾ ജൂനിയേഴ്സ് സീനിയേഴ്സിന് നൽകിയില്ല, അതല്ലെങ്കിൽ സീനിയേഴ്സിനെ കണ്ടപ്പോൾ ബഹുമാനിച്ചില്ല. ആ സമയത്തൊക്കെയും തന്നെ ഇവിടുത്തെ സീനിയേഴ്സ് ഈ ജൂനിയേഴ്സിന് നൽകുന്ന ശിക്ഷ എന്ന് പറയുന്നത് വളരെ ക്രൂരവും പൈശാചികവുമായതാണ്. ഒരുപക്ഷെ ഇന്നലെ നമ്മൾ കണ്ട വീഡിയോ കേരളത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. പല മാധ്യമങ്ങളിലും ശ്രദ്ധ പിടിച്ചു പറ്റുകയും ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ഇത് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ജൂനിയറായ ഒരു കുട്ടിയെ കട്ടിലിൽ കിടത്തിയിട്ടതിന് ശേഷം ഒരുപാട് സീനിയേഴ്സ് ചുറ്റും കൂടി നിന്ന് കോമ്പസ് മുള്ളുകൊണ്ട് അവൻ്റെ ശരീരമാസകലം ഒരുപാട് മുറിവുകൾ ഉണ്ടാക്കുന്നു, ആഴത്തിൽ തന്നെ കുത്തുന്നു. വേദന കൊണ്ട് പൊളിയുന്ന പയ്യൻ. ആ സമയത്ത് അവൻ്റെ വേദനയും അവൻ്റെ അലർച്ചയും കണ്ട് സന്തോഷിക്കുന്ന സീനിയേഴ്സ് ചുറ്റും കൂടി നിന്നവർ പല കാര്യങ്ങളും പറയുന്നു, അവനെ അപമാനിക്കുന്നു. അതിനിടയ്ക്ക് തന്നെ വീണ്ടും വീണ്ടും അവൻ്റെ നെഞ്ചിലേക്കും മറ്റ് പലയിടത്തേക്കും ഇതേ കോമ്പസ് മുള്ളുകൊണ്ട് കുത്തിക്കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേഹം സകലം മുറിവുണ്ടായതിന് ശേഷം ഡെറ്റോൾ പോലുള്ള ലോഷൻ എടുത്ത് അവൻ്റെ ശരീരത്തിലേക്ക് ഒഴിക്കുന്നു. അതിൻ്റെ എരിവ് കാരണം അവൻ കൂടുതൽ അലർച്ചയോടെ കരിയുമ്പോൾ അവർ പലതും പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു. ഇത്രയ്ക്കും ക്രൂരത ഈ പയ്യനോട് കാണിക്കാൻ വേണ്ടി ഇവൻ ചെയ്ത തെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇവന്മാർ ഈ പയ്യനോട് കുറച്ച് പൈസ ആവശ്യപ്പെട്ടപ്പോൾ അവൻ നൽകിയില്ല എന്നത് കൊണ്ട് മാത്രം. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ക്രൂരമായ ശിക്ഷ നൽകാൻ, അതല്ലെങ്കിൽ ഇതുപോലെ ക്രൂരമായ കാര്യങ്ങൾ ചെയ്തിട്ട് അതിന് റാഗിങ് എന്ന് ഓമനെ പേരിട്ട് വിളിക്കുന്ന കേരളത്തിൻ്റെ നിയമവ്യവസ്ഥ തന്നെയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ കാരണമാവുന്നത്. തീർച്ചയായിട്ടും ഇതുപോലുള്ളവർക്ക് തക്കതായ ശിക്ഷ തന്നെ നൽകണം. ഇവരെ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ മറ്റു പല കാര്യത്തിൻ്റെ പേരിലോ ഒരിക്കലും തന്നെ ഒരാൾ പോലും സംരക്ഷിക്കാൻ നിൽക്കരുത്. ഇവരെ സംരക്ഷിച്ചില്ല എങ്കിൽ ഞങ്ങളുടെ കുട്ടികളെ സംരക്ഷിച്ചില്ല എന്നും പറഞ്ഞ് ഇനി രാഷ്ട്രീയ സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ പല ആളുകളും മുമ്പിലോട്ട് വരികയും പല കാര്യങ്ങൾ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പാർട്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്തുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള ചെറ്റകൾ ഒരിക്കലും തന്നെ വിദ്യാർത്ഥിയായി അംഗീകരിക്കുകയോ ഇവർക്ക് ഒരു തരത്തിലുള്ള സപ്പോർട്ടും ഒരു നിയമവ്യവസ്ഥയും ചെയ്യാനും പാടില്ല. ഒരുപക്ഷെ ആ സമയത്ത് ആ കൂട്ടം കൂടി നിൽക്കുന്നവരിൽ ആരെങ്കിലും ഒരാൾ ഇവനെ കൊല്ലാം, നമുക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എല്ലാവരും സമ്മതിക്കുകയും ആ പയ്യനെ അവിടെ വെച്ച് തന്നെ ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെയൊക്കെ മന്ദബുദ്ധികളായ ക്രൂരന്മാരായ ആളുകളുള്ള കോളേജിലേക്ക് എന്ത് വിശ്വസിച്ചാണ് മക്കളെ പറഞ്ഞയക്കുക? തീർച്ചയായിട്ടും ഇവർക്ക് കൃത്യമായ രീതിയിലുള്ള ശിക്ഷ നൽകാൻ നമ്മളെക്കൊണ്ട് സാധിച്ചില്ല എങ്കിൽ വീണ്ടും വീണ്ടും ഇത് തന്നെ ആവർത്തിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരാളെ കൊലപ്പെടുത്തുക, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു പയ്യൻ അപമാനിക്കപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുക, കേരളത്തിൽ റാഗിംഗ് ഇല്ല, കോളേജൊക്കെയും സുതാര്യമാണ് എന്ന് പറയുമ്പോഴും അവിടുത്തെ അവസ്ഥ നമ്മൾ പലപ്പോഴും കാണുന്ന കേൾക്കുന്ന ന്യൂസുകൾ ഒക്കെ തന്നെ നമ്മളെ പലപ്പോഴും ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെ. പക്ഷെ എന്നിട്ട് നടക്കുന്നത് ഇതൊക്കെയും തന്നെ ഒരിക്കലും തന്നെ ഒരു തരത്തിലും പുറം ലോകം കാണാത്ത രീതിയിൽ തന്നെ കൃത്യമായ രീതിയിൽ ജീവിതത്തിൽ ഒരിക്കലും തന്നെ അവർക്ക് മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ശിക്ഷ തന്നെയാണ് നൽകേണ്ടത്. കാരണം ഇവർക്ക് നൽകുന്ന ശിക്ഷയുടെ കാഠിന്യം കൊണ്ടെങ്കിലും ഇനിയും ഇങ്ങനെ ചെയ്തുകൂടാ എന്ന് ഇങ്ങനെ ചെയ്യാൻ ആലോചിക്കുന്ന കുട്ടികൾക്കെങ്കിലും കൃത്യമായ രീതിയിൽ മനസ്സിലാവണം. തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ഓരോ മനുഷ്യൻ്റെ ഭാവിയെ തന്നെയാണ് ഇല്ലായ്മ ചെയ്യുന്നത്. റാഗിങ് എന്നും പറഞ്ഞ് പാട്ട് പാടിപ്പിക്കുക, കളിയാക്കുക, കുറ്റപ്പെടുത്തുക, ഇങ്ങനെ പലതരത്തിലുള്ള റാഗിങ് കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത് ക്രൂരതയുടെ പര്യായമായി മാറിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ക്യാമ്പസിലെ പല സീനിയേഴ്സിൻ്റെയും പ്രകടനങ്ങൾ.